വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളാണ്. സന്മാർഗ ദീപമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും അതിൻ്റെ കാലിക പ്രസക്തി നഷ്ടമാകാതെ നിലനിൽക്കുന്നു എന്നത് ഖുർആൻ ഷരീഫിൻ്റെ ഒരു മുഅ്ജിസത്താണ്. ശാസ്ത്രം, സാഹിത്യം തുടങ്ങി ഏതൊരു മേഖലയുമായി ഖുർആൻ ഷരീഫിനെ ബന്ധപ്പെടുത്തിയാലും അവിടെയൊക്കെയും പരിശുദ്ധ ഖുർആൻ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയിൽ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും സൂക്തങ്ങളും അത്ഭുതാവഹമാണ്. അത്തരത്തിൽ മോഡേൺ സയൻസിനെ വരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സൂക്തത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. സോ ഏവരെയും ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന. ഡിയർ ഫ്രണ്ട്സ്, പടച്ചവൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലക്കിൽ അഹങ്കാരിയായ അബൂജഹലിൻ്റെ അഹന്തയെ പരാമർശിച്ചുകൊണ്ട് ഒരു ആയത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പടച്ചവൻ പറയുന്നു, കല്ലാല ഇല്ലം എൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ല എങ്കിൽ നാം ആ കുടുമ പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും, കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുമ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അവ്വലു മാ യുഖ്ലാ ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ. നാളെ മഹ്ശറിൽ ജനങ്ങൾക്കിടയിൽ ആദ്യമായി വിധി നിർണയിക്കപ്പെടുന്നതും ശിക്ഷ നടപ്പാക്കപ്പെടുന്നതും കൊലപാതകത്തിന്റെ വിഷയത്തിലാണ്. ഏതൊരു വ്യക്തിയെയാണോ ദുനിയാവിൽ അനർഹമായി കൊല ചെയ്യപ്പെട്ടത്, അയാൾ തൻ്റെ ഘാതകനെ അവൻ്റെ തലയുടെ കുടുമയിൽ അഥവാ തലയുടെ മുൻഭാഗത്തെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുന്നിലേക്ക് വരികയും നീതി തേടുകയും ചെയ്യുന്നതാണ്. ഹദീസിൽ നമുക്ക് കാണാം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യജീഉൽ മഖ്തൂലു ബിൽ ഖാതിൽ യൗമൽ ഖിയാമ നാസിയതുഹു വറഅസുഹു ബിയദിഹി വഔദാജുഹു തഷ്ഖബു ദമൻ യഖൂൽ യാ റബ്ബ് ഖതലനി ഹാദാ ഹത്താ യുദ്നീഹി മിനൽ അർശ്. ഫ്രണ്ട്സ്, ഇവിടെ ഈ ഒരു ആയത്തും സ്വഹീഹായ ഹദീസും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്നാൽ, മനുഷ്യ ചിന്തകളുടെ ഉറവിടം മസ്തിഷ്കമാണെന്നും അതല്ല ഹൃദയമാണെന്നും തുടങ്ങി പല അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോൾ പടച്ചവൻ പല ഇടങ്ങളിലും പറയുന്നതായി കാണാൻ കഴിയും, അഹങ്കാരികളെ അവരുടെ കുടുമ പിടിച്ച് വലിക്കുകയും അങ്ങനെ നരകത്തിലേക്ക് അവരെ ഇടപെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ കുടുമ അഥവാ അവൻ്റെ ഹെഡിൻ്റെ ഫ്രണ്ടൽ ഏരിയയും അഥവാ ആ ഫോർലോക്കും ഡിസിഷൻ മേക്കിങ്ങുമായി തീർച്ചയായും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് പരിശോധിക്കാം. മോഡേൺ സയൻസ് മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയ ശേഷം പറയുന്നു, മനുഷ്യൻ്റെ തലച്ചോറിനെ വ്യത്യസ്ത ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓരോ പാർട്ടുകളും പർട്ടിക്കുലർ പർപ്പസിനായിട്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുന്നേ ഖുർആൻ ഷരീഫ് അടിവരയിട്ട് പറഞ്ഞ കാര്യം ഇന്ന് സയൻസ് അക്ഷരാർത്ഥത്തിൽ ശരിവച്ചിരിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം വിവരിക്കുന്നു, മനുഷ്യ മസ്തിഷ്കത്തിനെ പ്രധാനമായും 4 പാർട്സുകളായി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓരോ പാർട്ടിനും അതിൻ്റെതായ പ്രത്യേക ധർമ്മങ്ങളുമുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഓൺ ദിസ് ഡയഗ്രാം. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്രണ്ടൽ ലോബ് അഥവാ തലച്ചോറിൻ്റെ മുൻഭാഗം. അതിനെക്കുറിച്ച് മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. കാര്യങ്ങൾ പഠിക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക, പ്രോപ്പറായി സംസാരിക്കാൻ സഹായിക്കുക, മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യുക, സ്വഭാവങ്ങളെ നിയന്ത്രിക്കുക, സർവോപരി കാര്യങ്ങളിൽ ശരിയും തെറ്റും വേർതിരിച്ച് തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രഫ്രണ്ടൽ കോർട്ടെക്സ് വിച്ച് ഈസ് ദ റീജിയൻ ഓഫ് ദ ഫ്രണ്ടൽ ലോബ് ഇതിൻ്റെ ഡ്യൂട്ടീസ് ആണ്. അതിൻ്റെ ബേസിലാണ് അവൻ്റെ സ്വഭാവ രീതികൾ രൂപാന്തരപ്പെടുന്നത്. അക്കോർഡിംഗ് ടു മോഡേൺ സയൻസ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഈ ഒരു ഫ്രണ്ടൽ ഏരിയ അഥവാ ഫ്രണ്ടൽ ലോബ് കട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവൻ്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും തന്നെ അവനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ നാം പ്രസ്തുത ആയത്തിനെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഖുർആൻ പലതവണ പരാമർശിക്കുന്നുണ്ട്.
അവൻ്റെ നെറ്റിത്തടത്തിലെ കുടുമ പിടിച്ച് വലിക്കപ്പെടുന്നതാണ്. കാരണം ആ ഭാഗം കൊണ്ടാണ് അവൻ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. മനുഷ്യൻ്റെ തോന്നലുകളും ഭാവനകളും പദ്ധതികളുമൊക്കെ ലാസ്റ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇവിടെ നിന്നുമാണ്. ഒരു തിന്മ ചെയ്യണമെന്നവൻ ഉറപ്പിക്കുന്നത് ഇവിടം കൊണ്ടാണ്. എത്ര അത്ഭുതാവഹമാണ്! ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് ഇത്രത്തോളം മൈക്രോസ്കോപ്പിക് ലെവലിൽ പ്രതിപാദിക്കാൻ തീർച്ചയായും അതിൻ്റെ ഡിസൈനർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, കല്ലാല ഇല്ലം എന്തഹില നസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. നിസ്സംശയം അവൻ വിരമിച്ചില്ലെങ്കിൽ നാം ആ കുടുമ പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന ആ കുടുമ. അല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പടച്ചവൻ പറയുന്നു, യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയഖദു ബിന്നവാസി വൽ അഖ്ദാം. കുറ്റവാളികൾ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടും, എന്നിട്ട് അവരുടെ കുടുമകളിലും പാദങ്ങളിലും പിടിക്കപ്പെടും. നാളെ വിധി നിർണയ ദിനം മലക്കുകൾ നിഷേധികളുടെ നെറുകയിൽ തൂക്കിയാണ് നരകത്തിലേക്ക് എറിയുക. ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്: മൃഗങ്ങളിൽ മസ്തിഷ്കത്തിൻ്റെ ഈ ഒരു പാർട്ട് അഥവാ ഫ്രണ്ടൽ ലോബ് വളരെ ചെറുതും വീക്കുമായിരിക്കും. ആയതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുകയില്ല. ആക്രമിക്കപ്പെടുമ്പോൾ അവകൾ ചിതറിയോടുന്നതിൻ്റെയും ഒരുമിച്ച് നിന്നൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കാത്തതിൻ്റെയും കാരണവും അതുതന്നെയാണ്. അഥവാ ഇനി അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യർക്ക് അവകളെ നിയന്ത്രിക്കാനോ വരുതിയിലാക്കാനോ സാധ്യമാവുകയില്ല. എന്നു മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ അത് ഭീഷണിയാകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദ് 56-ാം സൂക്തം, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിക്കുന്ന അഥവാ നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെയില്ല. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഹദീസ് ഷരീഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആ, അതിൻ്റെ ആ പ്രാർത്ഥനയുടെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും, നാസിയതി ബിയദിക് മാലിൻ ഫിയ ഹുക്മുക്. അല്ലയോ പടച്ചവനെ, എൻ്റെ നെറുക അഥവാ എൻ്റെ കുടുമ, ഞാൻ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ മുൻവശം അത് നിന്റെ ഖുദ്റത്തിൻ്റെ പിടിയിലാണ്. അതായത് എൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൻ്റെ പൂർണ്ണ നിയന്ത്രണവും കൺട്രോളും നിന്റെ കയ്യിലാണ്. സ്വന്തമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്നെ തന്നെ നിന്നെ ഏൽപ്പിക്കുന്നു. നിന്റെ തൃപ്തിക്കും റിളയ്ക്കും തീരുമാനങ്ങൾക്കും മുന്നിൽ എൻ്റെ ഇച്ഛകൾ ഒന്നുമല്ല. ഇത് തന്നെയാണ് നമസ്കാരത്തിൽ സുജൂദിൽ തൻ്റെ നെറ്റിത്തടം അഥവാ ഒരു മനുഷ്യൻ്റെ ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് ആകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിനെ സുജൂദിൽ പടച്ചവൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിലൂടെ തൻ്റെ വുജൂദ് പോലും ഒന്നുമല്ലെന്നവൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ സുജൂദിൽ വീഴുമ്പോഴൊക്കെ അവൻ്റെ ബ്ലഡ് ഹാർട്ടിൽ നിന്നും ഫ്ലോ ചെയ്ത് ബ്രെയിനിലേക്ക് കൂടുകയും അതിനോടൊപ്പം തന്നെ അവൻ്റെ ഹൃദയ വൈകാരികതകളും ദേഷ്യവും വെറുപ്പും അഹന്തയും തെറ്റ് ചെയ്യാനുള്ള അവൻ്റെ ടെൻഡൻസിയും പ്രേരണയും ഇതൊക്കെ തന്നെയും തലച്ചോറിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അതെല്ലാം തൻ്റെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുകയും ചെയ്യുന്നു. ഇത് സുജൂദിൻ്റെ മറഞ്ഞിരിക്കുന്ന വലിയ ഒരു ഹിക്മത്താണ്. ഈ ഒരു സന്ദർഭത്തിലാണ് അഥവാ സുജൂദിൻ്റെ അവസ്ഥയിലാണ് അവനിലേക്ക് കൂടുതൽ റഹ്മത്ത് വർഷിക്കപ്പെടുന്നതും. കാരണം ഹദീസിൽ നമുക്ക് കാണാം, ഒരു അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്, സമീപസ്ഥനായിരിക്കുന്നത് സുജൂദിൻ്റെ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ ഡിപ്രഷൻ, ഉത്കണ്ഠ, ദുഃഖം, മനപ്രയാസം ഒക്കെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നതും അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം ലഭ്യമാകുന്നതും. ഈ വീഡിയോ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.